മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് മെറ്റനോയ മിനിസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 500ാമത്തെ എപ്പിസോഡാണ്. ഇത് ശനിയാഴ്ച ദിവസം 500ാമത്തെ എപ്പിസോഡ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരികയാണ്. 2023 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള പിറവിയുടെ ദിനത്തിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഞായറാഴ്ച ദിവസം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 15 തൊട്ട് 20-25 മിനിറ്റ് വരെ ഇങ്ങനെ പല ദൈവീക കാര്യങ്ങൾ, ദൈവവചനത്തിലുള്ള ബൈബിൾ സ്റ്റഡീസായിരുന്നു കൂടുതലും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മെറ്റനോയ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണെന്ന് അത് മനസ്സിലായില്ല. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു. മെറ്റനോയ എന്ന് പറയുന്നൊരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ രൂപാന്തരം എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ എപ്പിസോഡിൻ്റെ 1-ാമത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിച്ചിട്ടുണ്ട്. എന്താണ് ഇത് തുടങ്ങാനുള്ള കാരണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇത് ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം തന്നെ പല സഭ അംഗങ്ങളാണ്. പല സഭ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഒരു സഭയേ ഉള്ളൂ, ദൈവസഭ. അത് കർത്താവ് സ്ഥാപിച്ച, അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയാണ്. അതിന് യൂണിവേഴ്സൽ ചർച്ചെന്നോ അപ്പോസ്തലിക് സഭയെന്നോ കാതോലികം ആയിട്ടുള്ള സഭയെന്നോ ഒക്കെ പറയാം. ഒറ്റ സഭയുള്ളൂ. പിന്നെ ബാക്കി പറയുന്ന സഭകൾ നമ്മൾ ഈ പറയുന്ന പോലെ ഡിനോമിനേഷൻസ്, സഭ, ലോക്കൽ ചർച്ച് എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റൂ. എല്ലാ സഭകളിലും ഈ പറയുന്ന ഡിനോമിനേഷൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ലോക്കൽ ചർച്ചസ് എന്ന് പറയുന്നതുമായിട്ടുള്ള എല്ലാ സഭകളിലും ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരും അതുപോലെ ദൈവത്തെ അറിയുന്നവരുമായിട്ടുള്ള അനേകം ആൾക്കാരുണ്ട്. ആർക്കും തന്നെ ഞങ്ങളാണ്, ഞങ്ങളുടെ കൂടിവരവാണ് ഉത്കൃഷ്ടം എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും അത് പറയാനായിട്ട് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആ സഭയുടെ ഒരു ഡീഗ്രഡേഷൻ്റെ കാരണമാണ്. കാരണം ഒരു മനുഷ്യനും ഈ ലോകത്തിൽ പെർഫെക്റ്റ് ഇല്ല. എല്ലാ മനുഷ്യനും എന്തെങ്കിലും കുറവും കുറ്റങ്ങളും കാണും. അത് മാത്രവുമല്ല, ഈ സഭകളിലെല്ലാം തന്നെ പല ബോർഡിൻ്റെയോ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ പല ഡിസിഷൻസിൻ്റെയും കീഴിലാണ്. അതിനകത്തൊക്കെ ഒരുപാട് വെസ്റ്റഡ് ഐഡിയാസും ഇൻട്രസ്റ്റും എല്ലാം കടന്നുകൂടിയിട്ടുണ്ട്. ദൈവകൃപയാലെ ദൈവം ക്ഷമിച്ച് കളയുന്നതുകൊണ്ടാണ് ഇതൊക്കെ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ദൈവം അനന്യാസിനെയും സഫീറയും സംഭവിച്ചതുപോലെ സംഭവിച്ചെങ്കിൽ ഇന്ന് ഈ സഭകളിലെങ്ങും ഒരു കുഞ്ഞുങ്ങളും കാണത്തില്ലായിരുന്നു. എല്ലാവരുടെയും ശവസംസ്കാരം എന്നേ കഴിഞ്ഞു പോയനെ എന്ന് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും, ഏത് സഭയായാലും, പെന്തക്കോസ്തായാലും, ബ്രദറിലായാലും, ഇവാഞ്ചലിക്കലായാലും, ലോക്കൽ ചർച്ചായാലും, ഏത് ചർച്ചസ് ആയാലും ഞങ്ങളൊരു പെർഫെക്റ്റ് ചർച്ച് എന്ന് ആർക്കും തന്നെ പറയാനായിട്ട് പറ്റുകയില്ല. അത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് എല്ലാ സഭകളിലും ഡിനോമിനേഷനിലായാലും ചിലരെങ്കിലും ദൈവത്തെ അറിയുന്നവരും വിളിക്കുന്നവരും ദൈവിക കൽപ്പന പ്രകാരം ജീവിക്കുന്നവരും ഉണ്ടെന്ന് മറന്നു പോകരുത്. അത് ഓർക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ബൈബിൾ നീഡ്സ്, അവർക്ക് വേണ്ടി ഒരു ബൈബിൾ സ്റ്റഡി വേണമെന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ദൈവം ഒരു ഗൈഡൻസ് തരികയും ചെയ്തതിൻ്റെ പിന്നിലാണ് ഇത് ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ 500 എപ്പിസോഡായിട്ട് ഇത് ഒരു എപ്പിസോഡ് പോലും മുടക്കമില്ലാതെ ഇത് നടക്കാനായിട്ട് ദൈവം കൃപയൊരുക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ, ഒരു സഭയുടെയും കീഴിലല്ല, ഒരു ഡിനോമിനേഷൻ്റെയും കീഴിലല്ല നിൽക്കുന്നത്. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രമേ പറയുന്നുള്ളൂ. ഇത് നമുക്കറിയാം, ട്രഡീഷണൽ എപ്പിസ്കോപ്പൽ ചർച്ചസ്, കാത്തലിക് ചർച്ചസ്, അതുപോലെ തന്നെ പെന്തക്കോസ്റ്റൽ ചർച്ചസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രഡീഷൻസും എക്സ്പീരിയൻസസും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചറിയാം. യേശുക്രിസ്തു ദൈവവചനത്തിൽ എന്താണ് പറയുന്നത്, അതിലെ ഇൻ്റർപ്രിട്ടേഷൻ തന്നെ പലതുണ്ട്. പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷനുണ്ട്. കാൽവിനിസ്റ്റിക്കും അർമീനിസ്റ്റും ആയിട്ടുള്ള ചിന്താഗതികളുണ്ട്. ഈ ചിന്താഗതികളുടെ രണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ട് എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് പറയുകയായിരുന്നുകൊണ്ടാണ്. ചില ആൾ ഭയങ്കര എക്സ്ട്രീമാണ്. ഒരറ്റത്തങ്ങ് എക്സ്ട്രീമായി പിടിച്ച, ഞാൻ പിടിച്ചതാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ. എന്നാൽ ഇത്
യേശുക്രിസ്തുവിൻ്റെ ഹെഡ്ഷിപ്പിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സലായിട്ടുള്ള ആ സഭ, അപ്പോസ്തലിക് സഭയ്ക്കുള്ള കീഴിലുള്ള അംഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിച്ചത്. ഞാൻ ചുരുക്കമായി പറയാം. അതുപോലെ തന്നെ ഇത് മെറ്റനോയ മിനിസ്ട്രീസ് .in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയാൽ വാട്ട് വി ബിലീവ്, ഞങ്ങൾ എന്താണ് വിശ്വസിക്കുന്നതെന്നുള്ള 12 ഡോക്ട്രിൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കവർ ചെയ്ത സബ്ജക്ട്സ് അതിനെക്കുറിച്ചും ചുരുക്കമായിട്ട് പറയാം. കാരണം ഇത് ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ ആയിട്ട് അത് വീണ്ടും ഒന്നും കൂടി ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഇത് യൂട്യൂബ് ചാനലിൽ പോയിട്ട് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. വിശ്വാസത്തിൻ്റെ ബേസിക് കൺസെപ്റ്റായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്, വിശ്വാസത്തിൽ ജനിക്കുക, ബൈബിൾ ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്, ഈ വിശ്വാസത്തിൽ ജനിച്ചാൽ മാത്രം പോലെ വിശ്വാസത്തിൽ വളരുക, അതുപോലെ വിശ്വാസത്തിൽ വേല ചെയ്യുക, വിശ്വാസത്തിൽ മരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള 109 എപ്പിസോഡ്, ബേസിക് ഫൗണ്ടേഷനിൽ 109 എപ്പിസോഡ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അത് ആ ബേസിക് ഫൗണ്ടേഷൻ ഉപദേശങ്ങളിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം അടുത്ത സബ്ജക്റ്റായിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് പറഞ്ഞത്. ലക്ഷണങ്ങൾ, എപ്പോൾ സംഭവിക്കും, ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഹമാസ് യുദ്ധവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 95 എപ്പിസോഡുകൾ നമ്മൾ അതിനകത്ത് ചെയ്തു, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട്. മൂന്നാമത് നമ്മൾ ചെയ്തത് വിശ്വാസികളെ എങ്ങനെ പിശാച് ആക്രമിക്കുന്നു എന്നുള്ള ഹെഡിലായിരുന്നു. ഏകദേശം 42 എപ്പിസോഡ് വിശ്വാസികളെ എങ്ങനെ പിശാച് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു. എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ വിമോചനം അല്ലെങ്കിൽ അതിന് ഡെലിവറൻസ് പ്രാപിക്കുന്നത് എന്ന് നമ്മൾ ചെയ്തത്. അത് ഏകദേശം 42 എപ്പിസോഡ് ഉണ്ടായിരുന്നു. നാലാമത് ചെയ്തത് റോമാലേഖനത്തിൻ്റെ ഒരു പഠനമായിരുന്നു. റോമാലേഖനത്തിൻ്റെ പഠനത്തിൽ 121 എപ്പിസോഡിലാണ് അത് തീർന്നത്. റോമർ 1 തൊട്ട് അവസാനം വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ 246 എപ്പിസോഡ് തൊട്ട് 367 എപ്പിസോഡ് വരെയാണ് ആ റോമാലേഖനത്തിൻ്റെ പഠനം കവർ ചെയ്തത്. ഇത് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ എപ്പിസോഡിൻ്റെ കൂട്ടത്തിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയാസത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാനും ചില വെളിപ്പാടുകൾ ദൈവം തരുന്നതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ദൈവം ഡെലിവറൻസ് തരികയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ തരണത്തിൽ വസ്തുതയാണ്. അത് ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞ് 5ാമത്തെ സബ്ജക്റ്റായിട്ട് വന്നത് നമ്മളെ ക്രിസ്തീയ കുടുംബമായിരുന്നു. ക്രിസ്തീയ കുടുംബം, അതിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ്, അത് ഏകദേശം 70 എപ്പിസോഡ് ചെയ്തു. 368 തൊട്ട് 437 വരെ, 368 തൊട്ട് 437 വരെ 70 എപ്പിസോഡ് ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ചായിരുന്നു. ഈ ക്രിസ്തീയ കുടുംബത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം, അതുപോലെ തന്നെ ക്രിസ്തീയ കുടുംബത്തിൻ്റെ ഏകദേശം 10 ഫാമിലീസിൻ്റെ ബൈബിൾ സ്റ്റഡീസ്, ക്രിസ്തീയ കുടുംബത്തെ എടുത്ത് ബൈബിൾ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ എപ്പിസോഡിൽ വന്നു. 6ാമത്തെ സീരീസ് ആയിരുന്നു ഡെലിവറൻസ് സീരീസ്, വിടുതൽ സീരീസ്. അതിനകത്ത് പ്രധാനമായിട്ട് 9 പില്ലറുകളെ കുറിച്ച് പറഞ്ഞു. ഡെലിവറൻസിന് ആവശ്യമുള്ള 9 തൂണുകൾ നമുക്ക് ആവശ്യമാണ്. ശരിക്കും അതൊരു ബേസിക്കായിട്ടുള്ള വിടുതലിന് വേണ്ടിയുള്ളൊരു കാര്യം. ഇന്ന് അനേകം ആളുകൾ പ്രെയർ റിക്വസ്റ്റുകൾ ചോദിക്കുന്നത് ഈ വിടുതലിന് വേണ്ടിയാണ്. പലരും ചോദിക്കുന്നതാണ്, വിടുതലില്ല, തലമുറയ്ക്കുള്ള വിടുതൽ, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളുടെ കടഭാരം, ഇങ്ങനെയൊക്കെയുള്ള രോഗം, ഇതിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ശരിക്കും അത് ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണ്. അതിനേക്കാൾ ഉത്കൃഷ്ടമാണ് സ്വർഗീയമായിട്ടുള്ള അനുഭവം. അതിലേക്ക് ഈ വിടുതലിൻ്റെ ഈ ഡെലിവറൻസിൻ്റെ സീരീസ് തീർന്നിട്ടില്ല, അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിലെ മെസ്സേജസ് കണ്ടിന്യൂ ആണ്. 9 പില്ലേഴ്സ് പറഞ്ഞു. 438 തൊട്ട് 492 വരെയുള്ള ഈ 54 എപ്പിസോഡുകളിലാണ് ഈ പില്ലേഴ്സ് പറഞ്ഞ്. അത് തുടർമാനമായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ 492 കഴിഞ്ഞ് വീണ്ടും 8 എപ്പിസോഡ് കഴിഞ്ഞല്ലോ, 500ാമത്തെ എപ്പിസോഡ്. ഇനിയും ഏകദേശം ഒരു 20 എപ്പിസോഡ് കഴിഞ്ഞെങ്കിലേ ഈ ഡെലിവറൻസ് തീരുകയുള്ളൂ. അത് അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എല്ലാ ഫസ്റ്റ് സൺഡേയിലും എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 തൊട്ട് 1 മണിക്കൂറോളം സമയമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം കുറച്ച് പേര് കൂടിയായിരുന്നു. അതിനകത്ത് ലൈവായിട്ട് കൂടി അവരുടെ പ്രയർ റിക്വസ്റ്റുകൾ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിൽ ചെറിയ ചിന്തകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. ചില ആളുകൾ അതിനകത്ത് ജോയിൻ ചെയ്തു. അവർക്ക് അനുഗ്രഹമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയും
അതുപോലെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന പ്രെയർ റിക്വസ്റ്റുകൾക്ക് ഞങ്ങൾക്കൊരു ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് ടീമുണ്ട്, അതിന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഈ മെറ്റനോയ മിനിസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ്. ഇത് 500ാമത്തെ എപ്പിസോഡാണ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യമാണ്. ഇതുകൂടാതെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ശരിക്കും അവിടെയാണല്ലോ സുവിശേഷ പ്രവർത്തനം കൂടുതൽ വേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ദൈവിക അറിവിലും പരിജ്ഞാനത്തിലും ഒക്കെ ജീവിക്കുന്നവരാണ്. എന്നാൽ മിഷൻ ആക്ടിവിറ്റീസ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് വടക്കേ ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹരിയാന, UP, ബീഹാർ, ഗോവ എന്നീ സ്ഥലങ്ങളിൽ 25 ഫെലോഷിപ്സ് ഇന്ന് നിലവിലുണ്ട്. ഈ 25 ഫെലോഷിപ്സിൽ ഉത്തരാഖണ്ഡിൽ 4 എണ്ണമുണ്ട്, ഹിമാചലിൽ 6 എണ്ണമുണ്ട്, ഹരിയാനയിൽ 2 എണ്ണമുണ്ട്, UPയിൽ 2 എണ്ണമുണ്ട്, ബീഹാറിൽ 10 എണ്ണമുണ്ട്, ഗോവയിൽ 1 എണ്ണമുണ്ട്. ഇങ്ങനെ 25 ഫെലോഷിപ്സ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കൂടി വരുന്നു. ഇതിൽ 10 മുതൽ 20, 30 കുടുംബങ്ങൾ വരെ വർഷിപ്പിനും ബൈബിൾ സ്റ്റഡിക്കും ഉണ്ട്. ഇവിടെ പാസ്റ്റേഴ്സ് ഉണ്ട്. ഈ പാസ്റ്റേഴ്സിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അവരെ ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്ന വിഷൻ 100 കൂട്ടായ്മകൾ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് ഐ ആം നോട്ട് എ പാസ്റ്റർ, ഞാനൊരു പാസ്റ്റർ അല്ല, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഞാനൊരു ഇവാഞ്ചലിസ്റ്റാണ്. ദൈവം ശുശ്രൂഷകൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ്, ഉപദേശിയാണ് ശരിക്കും ഉപദേശൻ. പിന്നെ അതിനകത്ത് ഉപദേശിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കർത്താവിനെ അറിയുന്നവരെ നമ്മൾ ഇടയന്മാരുമായിട്ട് ലിങ്ക് ചെയ്യും. പിന്നാണ് ഇടയന്മാരുള്ളത്. പിന്നെ ഉപദേശങ്ങൾ പറയുന്നു. അതായത് സുവിശേഷം അറിയിക്കുക, അത് കഴിഞ്ഞ് കർത്താവിനെ അറിയുന്നവർ ഇടയന്മാരാകുക, ഇടയന്മാരുടെ കൊണ്ടുവരിക, പിന്നെ അവരെ ഉപദേശിക്കുക. ഇതാണ് ആ ഒരു കോൺസിക്വൻസ് ആയിട്ട് അങ്ങനെ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ അല്ല, ശരിക്കും ഇവാഞ്ചലിസ്റ്റാണ്. അതുകൊണ്ട് ഇന്ന് ദൈവകൃപ പ്രാപിച്ച് ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം ഇടവരുത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ അന്ന് നിലവിലിരുന്ന വ്യവസ്ഥിതിക്ക് വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം, അന്ന് നിലവിലുണ്ടായിരുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. കാരണം ഈ ലോകത്തിലുള്ളവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ചർച്ചസിൽ ഒക്കെ ഉള്ളവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു ട്രഡീഷണൽ കൾച്ചറിൻ്റെ കീഴിലിരിക്കുകയാണ്. യേശു പറഞ്ഞ എന്താണ്? ഈ ലോകത്തിൽ ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. പർവ്വതപ്രസംഗങ്ങൾ നമ്മൾ പഠിച്ചാൽ, സെർമൺ ഓൺ ദ മൗണ്ട് പഠിച്ചാൽ നമ്മൾ മനസ്സിലാകും. പിന്നോക്കം നിൽക്കുന്നവർ, സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവർ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്ന് കർത്താവ് വിളിച്ചു പറയുകയാണ്. കാരണം എന്താണ്? അവരെ അത് കൂടുതൽ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ആത്മാവിൽ ദരിദ്രരായവർ അങ്ങനെയാണ്. പാപിക്കാണ് രക്ഷകനെക്കുറിച്ചുള്ള ആവശ്യം. യേശു ശമരിയ വിസിറ്റ് ചെയ്തു, പിശാചി ബാധിച്ച സകലരെയും സൗഖ്യമാക്കി. ആ സമയത്ത് യഹൂദന്മാർ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. അവൻ ശത്രുക്കളെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചുങ്കക്കാരെയും പാപികളെയും വിളിച്ചു ചേർത്തു. അതുപോലെ സെർവൻഹുഡ്, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അവൻ ശുശ്രൂഷക്കാരനായി തീരുകയായിരുന്നു. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനായിട്ടും തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനായിട്ടും വന്നു. എന്തിനാണ് വന്നത്? ടു എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ. അങ്ങനെയാണ് പറഞ്ഞത്, എബ്രായർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇളകാത്ത രാജ്യമുണ്ടെങ്കിൽ അതിൽ അവകാശവും ഇളകാത്തതാണ്. ഇന്ന് പലപ്പോഴും എല്ലാ ഭരണകർത്താക്കളും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളും, ഏത് ഡെമോക്രസി ആയാലും, ഏത് കിങ്ഷിപ്പായാലും, വാട്ട് എവർ മേ ബി, ഏതായാൽ പോലും അതെല്ലാം ഇളകുന്നതും വീഴുന്നതുമാണ്. അതുകൊണ്ട് അതുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത്. അതാണ് അനുഗ്രഹങ്ങൾ എന്നാണ് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹം അതിലുപരിയാണ്. അതെന്താണ്? ഇളകാത്ത രാജ്യത്തിലുള്ള പ്രവേശനവും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അവകാശവുമാണ് ദൈവം നമുക്ക് തരുന്നത്. അത് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചിട്ട് നമ്മളെന്താണ് ഈ മേശയ്ക്ക് ചുറ്റും വീഴുന്ന ഈ അപ്പനുറുക്കുകൾക്ക് വേണ്ടി പരക്കം പായുന്ന ഒരനുഭവമാണെന്നുള്ളത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്ത് ചെയ്യുന്നതിന് മുമ്പും അവന് ഒരു കമ്പാഷൻ ഉണ്ടായിരുന്നു.
അറിയാം, എല്ലാ മിറക്കിൾസിൻ്റെയും മുമ്പിൽ ഒരു കമ്പാഷൻ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു കൈവച്ചു, ഓരോരുത്തരുടെയും തലയിൽ കൈവച്ചു, സൗഖ്യമായി. യേശുക്രിസ്തു ടച്ച് ചെയ്തു, സൗഖ്യമായി. അതുപോലെ സിക്കായിരിക്കുന്ന ആളുകളെ യേശു ടച്ച് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ തൊങ്ങൽ തൊട്ട് കഴിഞ്ഞപ്പോഴേ അവൾ സൗഖ്യമായി. യേശു കുഷ്ഠരോഗിയെ തൊട്ടു, സൗഖ്യമായി. യേശു മഞ്ചത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ മരിച്ച ആൾ എഴുന്നേറ്റ് വന്നു. യേശു തൊടാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഇറ്റ്സ് എ ടച്ച്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതങ്ങളിലെ ഒരു ടച്ചായിട്ട് ഈ മെറ്റനോയ മിനിസ്ട്രീസ് തീരട്ടെ എന്നുള്ളതാണ്. എന്താണ്? അതിൽ കൂടി ഒരു വലിയ ഡെലിവറൻസ് ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പോലും കർത്താവിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ, അവനുമായിട്ട് നമ്മൾ അവൻ്റെ ലോർഡ്സ് ടേബിൾ ടേക്ക് പാർട്ട് ചെയ്യുമ്പോൾ, അവൻ്റെ ശരീരം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ടച്ച് ചെയ്യുകയാണ്. അവൻ നമ്മളെ ടച്ച് ചെയ്യുകയാണ്. ഫോർ വാട്ട്? ഫോർ എ ലിവിങ് ഫെലോഷിപ്പ് വിത്ത് ഹിം. അവനോട് ചേർന്നുള്ളൊരു കൂട്ടായ്മ. അതുകൊണ്ട് ഇതുപോലുള്ളൊരു കൂട്ടായ്മയ്ക്ക് നിങ്ങളെ നടത്തുവാനായിട്ട് ഈ മെറ്റനോയ മിനിസ്ട്രീസ് വരുന്ന നാളുകൾ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ ഒന്ന് തൊടുവാനായി, ചിലപ്പോൾ എക്സ്റ്റേണലായിട്ടുള്ളൊരു തൊടിയിലല്ല, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തൊടുവാനായി, നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായി ഈ ശുശ്രൂഷ ഇടവരുത്തട്ടെ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ ഇത് കാണുന്ന ആളുകൾ ദയവായിട്ട് ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. 500ാമത്തെ എപ്പിസോഡ് ഒരു താങ്ക്സ് ഗിവിംഗ് ആണ്. ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്കൊരു നന്ദിയാണ്. ഇനിയും നമുക്ക് 500 അല്ല, 1000, 2000 ഇങ്ങനെ മുമ്പോട്ട് പോകണം. ഇതനുസരിച്ച് ശുശ്രൂഷകൾ വർദ്ധിച്ചു വരണം. അനേകം ആളുകൾ ഇത് വെച്ച് ബെനിഫിറ്റഡ് ആവണം. ദൈവവചനം പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ, അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടവരണം. നമ്മൾ ഒരിക്കലും ഒരു രീതിയിൽ ഒരു ഇസത്തെ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഇതിനെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന ചിന്തയല്ല ചെയ്യുന്നത്. 2 രീതിയിൽ ബൈബിൾ ഏതൊക്കെ രീതിയിലുള്ള ചിന്തകളുണ്ട് അതെല്ലാം കൊണ്ടുവന്നിട്ടും നമുക്ക് അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഞാൻ പറയാറുണ്ട്. അതിനുശേഷം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏതെടുക്കണമെന്ന്. കാരണം പരിശുദ്ധാത്മാവാണ് നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ടത് എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ആഗിരണം ചെയ്യേണ്ടതെന്ന്. കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇനി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വേറെ ആൾ വേണ്ട. അവൻ്റെ അഭിഷേകത്താൽ ദൈവം നിങ്ങളെ സകലതും പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് സകലതും നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുന്നവർ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടണം. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴേ അവിടെ എല്ലാം ഡെലിവറൻസ് വരുന്നുവെന്ന് അനേകം ആളുകളുടെ സാക്ഷ്യം കഴിഞ്ഞ 500 എപ്പിസോഡിൽ കഴിയുമ്പോഴെനിക്ക് പറയാം, ഏകദേശം ഒരു 100 പേരോളെങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പല സമയങ്ങളിലായിട്ട് അവരുടെ ജീവിതത്തിൽ വിടുതൽ വന്ന കാര്യവും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വന്ന കാര്യവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഈ ശുശ്രൂഷ ചെയ്യുവാനായി അനേകം സ്ഥലങ്ങൾ ഇനിയുമുണ്ട് റീച്ച് ചെയ്യാനായിട്ട്. രാജസ്ഥാനുണ്ട്, അതുപോലെ ഗുജറാത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ മധ്യപ്രദേശ്, യു പിയിൽ കയറിയിട്ടേ ഉള്ളൂ. ഇനി യു പിയിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ നേപ്പാളിൽ കുറച്ച് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം ഇടവരുത്തി. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ദൈവം ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ശുശ്രൂഷയ്ക്ക് ബലപ്പെടുത്തട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വലിയ കൃപകളെ, ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വലിയ ലൈറ്റ്, ആ പ്രകാശം അനേകം ആളുകൾക്ക് അതൊരു പ്രകാശമായി തീരണം. ഒരു ഹിമാചലിൽ ചെന്നപ്പോൾ, ആ മലയിൽ തേരി എന്ന് പറഞ്ഞ മലയിൽ ചെന്നപ്പോൾ ഒരു വല്യമ്മച്ചി ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അനേകം വർഷങ്ങളായി നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചിരിക്കുകയില്ലായിരുന്നോ ഇത് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഞങ്ങൾക്ക് ഇപ്പോഴേ ആകാശത്ത് നിന്ന് ഹെയിൽ സ്റ്റോം ഇല്ല. കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബസുമതി റൈസ് ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആകാശത്തുനിന്ന് ഹെയിൽ സ്റ്റോം വന്ന് ചില മഞ്ഞ് പോലുള്ള മഴ വന്നിട്ട്, ഈ ആലിപ്പഴം പോലുള്ള മഴ വന്നിട്ട് ഞങ്ങളുടെ ബസുമതി റൈസൊക്കെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവം ആകാശത്ത് അവിടെ വിധാനം ഉണ്ടാക്കി അതിനെ ഇപ്പോൾ ഇങ്ങോട്ട് അയക്കുന്നില്ല. ഇത് നേരത്തെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നൂടായിരുന്നു എന്ന് പറഞ്ഞു. അവരെല്ലാം സന്തോഷത്തോട് കുടുംബമായിട്ട് കർത്താവിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന എത്ര മഹത്വപരമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? കർത്താവ് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഈ ലോകത്തിൻ്റെ വിലയേക്കായും കൊടുക്കുന്നെങ്കിൽ
നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര വലുതാകുന്നു എന്ന് നമ്മൾ ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 500ാമത്തെ എപ്പിസോഡിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ എപ്പിസോഡ് ഒരു താങ്ക്സ് ഗിവിങ് എപ്പിസോഡായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ തൊടുന്ന ഒരു ശുശ്രൂഷയായി ഇത് തീരുന്ന ദിനങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീ ഞങ്ങളെ തൊട്ടല്ലോ, അത് ഓർത്ത സ്തോത്രം. തുടർമാനമായി ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവേ, ഈ ശുശ്രൂഷ മുഖാന്തരം ഞങ്ങളെല്ലാവരും രൂപാന്തരപ്പെടുവാനും ഞങ്ങൾ ഓരോ പടി കർത്താവിൻ്റെ ആ അനോയിൻറ്റിങ്ങിൽ വളരുവാനും കർത്താവെ സഹായിക്കണമേ. നിൻ്റെ അഭിഷേകത്തിൽ ഓരോ പടി ഉയരുവാൻ സഹായിക്കണം. ഏതൊക്കെ രീതിയിലാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡെലിവറൻസ്, വിടുതലുകൾ ആവശ്യമുണ്ടോ അതിലെല്ലാം ഞങ്ങൾ വളരുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ പരാജയം വന്നോ അവിടെയൊക്കെ വിജയത്തോട് നിൽപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കാണിച്ച മാതൃക കർത്താവെ ഞങ്ങൾ പിന്തുടരുവാൻ, കർത്താവിൻ്റെ വലിയ ആ ലൈക്ക്നെസ്, കർത്താവിൻ്റെ ആ രൂപം അവൻ പ്രതിബിംബമായിട്ട് ഞങ്ങൾ കൂടി കർത്താവെ പുറത്തു വരുവാൻ, നിൻ്റെ ആ വലിയ സ്വരൂപം കർത്താവെ, നിൻ്റെ ആ ഗ്ലോറി, മഹത്വം ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടി പുറത്തു വരുവാൻ കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിലുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഞങ്ങൾക്കറിയാം കർത്താവെ, ഈ ലോകത്തിലുള്ള ദൈവം അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. അതുകൊണ്ട് കർത്താവെ, പലപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ വരും എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ നീ പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അതേ ശക്തി ഞങ്ങൾ വസിക്കുന്നതിനാൽ ഞങ്ങളിൽ ലോകത്തെ ജയിക്കുമെന്ന് പറയുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് നന്ദിയോടുകൂടി ഇത് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയെ ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം കർത്താവെ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം കർത്താവെ വലിയ നന്മകൾ ഈ ദിവസങ്ങൾ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇളകാത്ത രാജ്യത്തിൻ്റെ അംഗങ്ങളായി അതിൽ നിന്നോട് ചേർന്ന് വാഴുന്ന വലിയ അനുഭവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. നമ്മൾ ഡെലിവറൻസ് സീരീസാണ് തുടർമാനമായിട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജയം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി കേൾക്കാം. തുടർമാനമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യുക. ഞാനിത് പറയാനുള്ള കാര്യം, ഏതെങ്കിലും ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡുകൾ താല്പര്യമുണ്ട് കാണണം, മിസ് ചെയ്തു പോയെങ്കിൽ നിങ്ങൾക്ക് ഈ 6 സീരീസിലുള്ള എപ്പിസോഡുകൾ കാണാനുള്ള അവസരമുണ്ട്. അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് കയറി നോക്കിയാൽ, സെർച്ച് ചെയ്താൽ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സമയമനുസരിച്ച് കാണുകയും നിങ്ങൾ ആത്മീയ വർധന വരുത്തുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.